ഇതന്നെ ഈ ബീട്രൂട്ടുമായിട്ട് ഈ സമയത്ത് നിൽക്കുന്നതെന്നല്ലേ. ഇതും ഒരു മരുന്നാണ്. ഇത് തോരൻ വെച്ച് കൂട്ടാൻ മാത്രമല്ല, ഇത് ഫലപ്രദമായ മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു ഔഷധമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുകളിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് നീല അമരിയെക്കുറിച്ചാണ് ഇട്ടത്. നീല അമരി, കിഴുകാനെല്ലി, പനിക്കൂർക്കയില. അത് ഒത്തിരി പേര് അതിന് കമൻറ്റ് ചെയ്തു. പലരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ചിലർ എന്തൊക്കെയോ തട്ടാമുട്ടികൾ പറഞ്ഞവരുണ്ട്. നമുക്കറിയാം നീല അമരി അല്ലെന്നൊക്കെയാണ് പറയുന്നത്. നീല അമരി ചെടി എൻ്റെ വീട്ടിൽ 2-3 എണ്ണം ഉണ്ട്. അതിൽ ഞങ്ങൾ ആ ഇല ഉണക്കി ഞങ്ങൾ വിദേശത്ത് വരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യപ്പെട്ട അനുസരിച്ച്. ഫലപ്രദമായ മരുന്നാണ്. ഞാൻ 2-3 മരുന്നൊക്കെ ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് ഇപ്പോൾ ഇത് നമ്മളിത് ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം. ചെറിയ മിക്സിയുടെ ജാറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അടിച്ചിട്ട് അതും ഇതുപോലെ അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കുക. അരിച്ചാൽ തുണി വെച്ച് അരിച്ച് അതിൻ്റെ നീരെടുക്കണം. നീരെടുത്തിട്ട് അത് നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് അല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും തീ കുറച്ച് അടുപ്പിൽ ആ വെള്ളം അരിച്ചൊഴിച്ചിട്ട് ആ വെള്ളം നല്ലതുപോലെ കുറുക്കണം. ഒരു പകുതി പരുവം കുറുകുമ്പം ഈ നീലയമരി ഒറിജിനലായിട്ടുള്ളവരാണെങ്കിൽ നീലയമരി അരച്ച് ചേർക്കണം, ഇല അരച്ച് ചേർക്കണം. ഇനി നീലയമരി ഒറിജിനലായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ പൊടി മാർക്കറ്റിൽ കിട്ടും, അങ്ങാടിക്കടയിൽ കിട്ടും. അത് വാങ്ങിച്ച് അതിൻ്റെ 1 സ്പൂണ് നമ്മൾ എത്രയാണോ ബീട്രൂട്ട് നീരെടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് പിന്നെ ഈ നീലയമരിയുടെ പൊടി ആ കുറുക്കുന്ന ബീട്രൂട്ട് കുറുക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് പതുക്കെ ഇളക്കി അത് കുറുകി ഇങ്ങനെ ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ തോണ്ടുന്ന പരുവായി കിട്ടും. അപ്പോൾ നമ്മളത് വാങ്ങി വെക്കണം. വാങ്ങി വെച്ച് അന്നേരം തന്നെ അത് ജ്യൂസ് ചെയ്യല്. അത് അവിടെ അടച്ചു വെക്കണം. ഇരുമ്പ് ചട്ടി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ കാൽസ്യം ഇരുമ്പിൻ്റെ സത്ത് കൂടെ ശകലം കിട്ടും. അതിനാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മരുന്ന് അത് എന്നിട്ട് അത് രാവിലെ തേക്കണം. കുറുക്കി വെച്ച് അന്ന് തന്നെ തേക്കില്ല, പിറ്റേ ദിവസം ജ്യൂസ് ചെയ്യണം. കുളിക്കാറാകുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ തലയുടെ ഒട്ടിയിലിങ്ങനെ എടുത്തിങ്ങനെ തേച്ച് പിടിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത മുടിയാണ് എൻ്റെ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഞാനിത് തേച്ചിട്ടില്ല എന്ന് ആ മരുന്നിനകത്ത് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു. എന്ത് തേച്ചിട്ടില്ലെന്നാ ആ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ ഡൈ ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ ഡൈ ചെയ്തിട്ടില്ല. ഡൈ എനിക്ക് അലർജിയാണ്, ഞാൻ തേച്ചിട്ടില്ല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്ക് ചൊറിച്ചിൽ തോന്നി, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് ആഴ്ചയിൽ ഒരിക്കലായിരിക്കും, ചിലപ്പോൾ 1 മാസം കൂടുമ്പോഴായിരിക്കും. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. വളരെ ഫലപ്രദമാണ്. മുടി ഇല്ലാത്തവർക്ക്, മുടി ഉള്ളവർക്കും, കുറച്ച് മുടി ഉള്ളവർക്കും ഒക്കെ ഇത് തേക്കാം. മുടി ഓട്ടോമാറ്റിക്കായിട്ട് മുടി വളരുകയും ചെയ്യും. ഞാൻ ആ സവോളയുടെ മരുന്നൊക്കെ ഇട്ടതുണ്ടല്ലോ, അത് ഒറിജിനലാണ്. എനിക്ക് അനുഭവമാണ്. അത് ഞാൻ പറഞ്ഞു. ഞാൻ കള്ളത്തരം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കള്ളത്തരം പറയുമോ അല്ല എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് കൊറോണ സമയത്ത് എൻ്റെ മുടി മുഴുവൻ പോയിട്ട് ഒരു ശകലമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ആ മരുന്ന് യൂസ് ചെയ്തതാണ് എനിക്കത്രയും ആയത്. എൻ്റെ മുടി കണ്ടോ, ഞാൻ കാണിക്കാം. കണ്ടോ, ഞാൻ ഡൈ ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. കണ്ടോ, ഇതിനകത്ത് ഡൈ ഒന്നും ചെയ്യുന്നില്ല. ഡൈ ഒന്നും ചെയ്ത മുടി നല്ലത്. എനിക്ക് തന്നെ അതിശയമായി. ഇങ്ങനെ വെക്കുമ്പോൾ തലയോട്ടിയിലോട്ട് വിരൽ മുട്ടും, അതുപോലായിരുന്നു. ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ കണ്ടോ, ഇപ്പം നല്ല തിക്കായിട്ടാണ് മുടി വളരുന്നത്. എനിക്കിപ്പോൾ മുടി കുറേ ഇറക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മുടി എനിക്ക് ഇറക്കം ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ ഒക്കെ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടെ ഈ മുടി പൊഴിഞ്ഞും കൂടെ പോയപ്പോൾ എനിക്ക് വല്ലാത്ത ആവലാതിയായി, എന്ത് ചെയ്യണമെന്ന്. അപ്പം എവിടെയെങ്കിലും ഒന്ന് പോണേ അത് എങ്ങനെ കെട്ടണമെന്ന് പോലും എനിക്കറിയാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം മുടി ഒരു എന്തുവാ, കൊറോണ കഴിഞ്ഞിട്ട് എത്ര നാളായി, അത് കഴിഞ്ഞാണ് മുടി ഊരാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത്രയായില്ലേ, കണ്ടോ എന്തോ മുടി, നല്ല തിക്കാ മുടിക്ക്. ഇപ്പോൾ എനിക്ക് നല്ലതായിട്ട് മുടി എവിടെയെങ്കിലും കെട്ടിക്കൊണ്ട് പോകാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ മുടി. ഞാൻ കള്ളത്തരം പറയുന്നല്ലോ, എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ മുടി കാണുന്നുണ്ടല്ലോ. ഞാൻ കള്ളത്തരം പറഞ്ഞ് എനിക്ക് വീഡിയോ അതിൽ മാർക്ക് മേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒറിജിനലാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഈ മരുന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി ഒത്തിരി മരുന്നുകളുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. ഞാൻ അതുമായിട്ട് പിന്നീട് വരാം.